യെസ് ഫൈനലി ഇന്ത്യ വളരെ മികച്ചൊരു വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അത് മാലദ്വീപ്സിനെതിരെ. മാലദ്വീപ്സ് നമുക്കറിയാം അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ നൽകുന്നൊരു ടീമാണ് ഇന്ത്യക്ക്. ബംഗ്ലാദേശിനെ കഴിഞ്ഞ 2 കളി ബംഗ്ലാദേശ് മാലദ്വീപ്സ് മാച്ചിൽ 2 കളി തോൽപ്പിച്ചുള്ള ഒരു ടീമാണ് മാലദ്വീപ്സ് എന്ന് പറയുന്നത്. ഞാനിവിടെ പറയാൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടുത്ത മാച്ച് ബംഗ്ലാദേശിനെതിരെയാണ്. ഇതൊരു ഫ്രണ്ട്ലി ആണെങ്കിൽ അത് AFC ഏഷ്യ കപ്പ് ക്വാളിഫയർ മാച്ചാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. പിന്നെ ഹംസ ചൗധരി എന്ന് പറയുന്ന പ്ലെയർ അവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉറപ്പായിട്ടും ഇന്ത്യക്ക് വിജയിക്കാൻ പറ്റുന്നൊരു മാച്ചാണ്. ഒരു പ്ലെയറിനെ കൊണ്ട് ഒരു കളി മാറ്റിമറിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഹംസ ചൗധരി ഒറ്റയ്ക്ക് എന്നാൽ ഒരു കളി മാറ്റിമറിക്കുമെന്ന്. പക്ഷേ എനിക്കറിയാം ഒരു കാര്യം ഉറപ്പാണ്, അതായത് ബംഗ്ലാദേശ് ഭാവിയിൽ ഇനിയും അവർ ഒറിജിനൽ പ്ലേയേഴ്സിനെ കൊണ്ടുവരും, അവർ ടീം ഇനിയും സ്ട്രോങ് ആകും. ബട്ട് ഇന്ത്യ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്നെങ്കിൽ ഇപ്പോഴേ ഗ്രാസ് റൂട്ടിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ തന്നെ PA പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. എന്തായാലും നമ്മൾ പറഞ്ഞു ഒത്തിരി അങ്ങോട്ട് പോയിട്ടുണ്ട്. ബട്ട് ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ 3-0 വിജയിച്ചിരിക്കുകയാണ്. ഫുള്ളി ഡോമിനേറ്റഡ് ഗെയിമായിരുന്നു. ഇന്ത്യ ഫുള്ളായിട്ട് ഡോമിനേറ്റ് ചെയ്ത് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയണം. മാലദ്വീപ്സിന് അവർക്ക് വെറുതെ കളി കണ്ടുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയെ അവസാനത്തെ ഒരു 5 മിനിറ്റ് മാത്രം അവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്ക് ചെയ്ത് കളിച്ചു. പ്രത്യേകിച്ചും ഇന്ന് മഹേഷ് നവറും വളരെ മികച്ച രീതിയിൽ കളിച്ചു. ഡിഫൻസിൽ കളിച്ച മെഹ്താബ് ആണെങ്കിലും രാഹുൽ ബക്കി ആണെങ്കിലും എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന അഭിഷേക് ആണെങ്കിലും ആഷിഖ് ആണെങ്കിലും ആവശ്യം അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മിഡ്ഫീൽഡിൽ നിന്ന് കളിച്ചത്. സോ ഓവറാൾ നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. ലിസ്റ്റൺ എന്നൊരു അസിസ്റ്റും ഒരു ഗോളും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ രാഹുൽ ബക്കി ഒരു ഗോൾ അടിച്ചു, ബ്രാൻഡൻ ഫെർണാണ്ടസിൻ്റെ ആ ഒരു കോർണറിൽ നിന്നുള്ള അസിസ്റ്റ്. സോ അങ്ങനെ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. പിന്നെ ബ്രാൻഡൻ ഇഞ്ചുറി സംഭവിച്ചു, അതൊരു തിരിച്ചടിയാണ് ഇന്ത്യൻ ടീമിനെ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുംബൈ സിറ്റി പ്ലേ ഓഫ് സാധ്യതകളല്ല, പ്ലേ ഓഫ് കയറിയിരിക്കുന്ന സാധ്യത ആ ഒരു ടൈമിൽ ബ്രാൻഡൻ അവൈലബിൾ അല്ലെങ്കിൽ ഇഞ്ചുറി ഗുരുതരമാണെങ്കിൽ പണി പാടുമെന്ന് തന്നെ പറയണം. സോ എന്തായാലും ഇന്ത്യ ജയിച്ച സന്തോഷത്തിൽ നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. സോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.